നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ചേർത്തലയിൽ വാഹനാപകടം. KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ചേർത്തല നെടുമ്പ്രക്കാട് സ്വദേശികളായ 24 വയസ്സ് വീതമുള്ള നവീൻ, ശ്രീഹരി എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് തുടരുന്നു. 4 ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. 11 ഉപജില്ലകളിൽ നിന്നായി 6000-ഓളം പ്രതിഭകൾ പങ്കെടുക്കുന്നു. കായംകുളം ഉത്സവലഹരി. ചേർത്തല സെന്റ് മേരീസ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മന്ത്രി P. പ്രസാദ്. ഫെബ്രുവരിയോടെ പണി പൂർത്തിയാക്കി മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി. കൂൺ കൃഷി കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുമെന്നും വിഷരഹിതമായ നല്ല ഭക്ഷ്യവസ്തുവാണ് കൂണെന്നും കൃഷിമന്ത്രി P. പ്രസാദ്. ചേർത്തല കൂൺ ഗ്രാമം സമഗ്ര പദ്ധതിയുടെ ഉദ്ഘാടനം മുഹമ്മയിൽ മന്ത്രി നിർവഹിച്ചു. പ്രശസ്ത ബാലസാഹിത്യകാരൻ ഉല്ലല ബാബു അന്തരിച്ചു. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സയിലായിരുന്നു. നഷ്ടമായത് സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം. വാർത്തകൾ വിശദമായി. ചേർത്തലയിൽ വാഹനാപകടം. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിടിച്ച് 2 ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ മരിച്ചു. ചേർത്തല നെടുമ്പ്രക്കാട് സ്വദേശി നവീൻ, സുഹൃത്ത് ശ്രീഹരി എന്നിവരാണ് മരിച്ചത്. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരായ സുഹൃത്തുക്കൾ മരിച്ചു. ചേർത്തല നഗരസഭ 4-ാം വാർഡിൽ നെടുമ്പ്രക്കാട് പുതുവൽ നിവർത്തിൽ പരേതനായ രമേശന്റെ മകൻ അമ്പാടി എന്ന് വിളിക്കുന്ന 24 വയസ്സുള്ള നവീൻ, സാന്ദ്ര നിവാസിൽ വിജയപ്പൻ്റെ മകൻ ആരോമൽ എന്ന് വിളിക്കുന്ന ശ്രീഹരി 24 എന്നിവരാണ് മരിച്ചത്. ചേർത്തല ബോയ്സ് ഹൈസ്കൂളിന് തെക്കുവശത്ത്, എക്സ്റേ ജംഗ്ഷന് വടക്കുവശത്ത്, SBI ബാങ്കിന് മുന്നിൽ വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു. അതീവ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. തൈക്കാട്ടുശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ക്ലർക്ക് ലളിതയാണ് നവീൻ്റെ മാതാവ്, നയന സഹോദരിയും. ശ്രീഹരിയുടെ മാതാവ് ശോഭ, സാന്ദ്ര സഹോദരി. ഇരുവരുടെയും മൃതദേഹങ്ങൾ ഉച്ചയ്ക്ക് ശേഷം നെടുമ്പ്രക്കാട്ടെ വീട്ടുവളപ്പുകളിൽ സംസ്കരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് തുടരുന്നു. 11 ഉപജില്ലകളിൽ നിന്നായി 6000-ഓളം പ്രതിഭകൾ പങ്കെടുക്കുന്നു. 4 ദിവസങ്ങളിലായിട്ടാണ് കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. കായംകുളവും പരിസരവും ഉത്സവലഹരിയിൽ. അപാരമായ കഴിവുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ മാറ്റുരയ്ക്കാൻ വന്നിരിക്കുന്നത്. കാരണം സബ് ജില്ലയിൽ നിന്ന് മത്സരിച്ച് വന്നിട്ടുള്ള സബ് ജില്ലയിൽ തന്നെ കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. അസാധ്യമായ ടാലൻ്റ് ഉള്ള കുട്ടികളായിരുന്നു. ഞാൻ ഓർക്കുന്നു, നമ്മൾ MSMൽ ചെന്നപ്പോൾ, MSM സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടികളുടെ കലാപ്രകടനങ്ങളൊക്കെ കണ്ട് നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. അത്രയും ടാലൻറ്റഡ് ആയിട്ട് കുട്ടികൾ വരുമ്പോൾ അതിലെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ നല്ല ചിത്രങ്ങൾ സഹിതം നിങ്ങൾ വരുന്ന ദിവസം അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഉണ്ടാവണമെന്ന് മാധ്യമ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഇതങ്ങ് നല്ലൊരു സർഗോത്സവമാക്കി മാറ്റണം. ഓണാട്ടുകരയുടെ കലയുടെ വലിയ ഇടമാണിത്. KPSC പോലെയുള്ള നാടക പ്രസ്ഥാനങ്ങളുടെ ഇടമാണ് കായംകുളം. അപ്പോൾ അത്തരം കലയുടെ ഒരു സർഗഭൂമിയിൽ നിന്നുകൊണ്ട് ഈ ഒരു സർഗോത്സവം നടക്കുമ്പോൾ ആലപ്പുഴയിലെ ഈ അധ്യാപകർ പറയണം, ഏറ്റവും നല്ല മേളയായിരുന്നു കായംകുളത്ത് നടന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു അനുഭവമാക്കി നമുക്കിതിനെ മാറ്റാൻ കഴിയട്ടെ. കലയുടെ സംഗമഭൂമിയായ ഓണാട്ടുകരയിൽ നടക്കുന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഏറ്റവും മികച്ച സർഗോത്സവമാക്കി മാറ്റണമെന്ന് U. പ്രതിഭ MLA പറഞ്ഞു. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. അപാരമായ കഴിവുള്ള കുട്ടികളാണ് ഇന്ന് ജില്ലാ കലോത്സവത്തിൽ മത്സരിക്കുന്നതെന്നും അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകണമെന്നും MLA ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. രാവിലെ 9 മണിക്ക് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത പതാക ഉയർത്തി. ചടങ്ങിൽ ചലച്ചിത്രതാരം നിഷ യൂസഫ് ദീപം തെളിയിച്ചു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത, കായംകുളം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. കേശുനാഥ്, മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS. സുൽഫിക്കാർ, കൗൺസിലർമാരായ റജി മാവനാൽ, AP. ഷാജഹാൻ, നവാസ് മുണ്ടകത്തിൽ, രാജശ്രീ കമ്മത്ത്, K. പുഷ്പദാസ്, ഹയർ സെക്കൻഡറി ചെങ്ങന്നൂർ റീജിയണൽ RDD
അശോക് കുമാർ വി കെ, ഷാലി ജോൺ പി, സി ജ്യോതികുമാർ, അശോക് കുമാർ കെ എൻ, അനസ് എം അഷ്റഫ്, കെ രാജേഷ് കുമാർ, മനോജ് കുമാർ, ഡോക്ടർ അനസ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സർക്കാർ ഉജ്ജ്വലം ബാഹുല്യം പുരസ്കാര ജേതാവ് മാസ്റ്റർ മുഹമ്മദ് യാസീൻ, കലോത്സവ ലോഗോ രൂപകൽപ്പന ചെയ്ത അഷ്കർ അലി ചമ്പകലാൻഡ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. MLA യു പ്രതിഭ ഉപഹാരം സമർപ്പിച്ചു. മാസ്റ്റർ മുഹമ്മദ് യാസീൻ വേദിയിൽ കീബോർഡ് വായിച്ചത് സദസ്സിനെ ആവേശം കൊള്ളിച്ചു. സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ആരംഭിച്ച മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു. ഡിസംബർ 3 വരെ കായംകുളത്തെ 13 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ 5000-ലധികം വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഗവൺമെന്റ് ഗേൾസ് HSS, ഗവൺമെന്റ് ബോയ്സ് HSS, BEd സെന്റർ, ഗവൺമെന്റ് UPS കായംകുളം, ഗവൺമെന്റ് LPS കായംകുളം, ഓട്ടിസം സെന്റർ ഹാൾ, സെന്റ് മേരീസ് GHSS, BRC കായംകുളം എന്നിവിടങ്ങളിലായിട്ടാണ് കലോത്സവ വേദികൾ ഒരുക്കിയിട്ടുള്ളത്. ടൈം ന്യൂസ്, കായംകുളം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ HS വിഭാഗം പരിചമുട്ട് കളിയിൽ ചേർത്തല ഹോളി ഫാമിലിക്ക് വിജയം. തുടർച്ചയായി 3-ാം തവണയാണ് ഹോളി ഫാമിലി പരിചമുട്ട് കളിയിൽ 1-ാം സ്ഥാനം നേടുന്നത്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം പരിചയമുട്ടുകളിയിൽ ചേർത്തല ഹോളി ഫാമിലിക്ക് ഫസ്റ്റ് എ ഗ്രേഡ്. പരിചയമുട്ടുകളിയിൽ സംസ്ഥാന തലത്തിലെ ജേതാക്കളാണ് ഹോളി ഫാമിലി. തുടർച്ചയായി 3 തവണ അജയ്യത തെളിയിച്ച ടീമാണ് ഹോളി ഫാമിലി. കോട്ടയം മണർകാട് സ്വദേശി അവറാച്ചനാണ് പരിശീലനം നൽകുന്നത്. സിസ്റ്റർ ലൈനിയാണ് കോർഡിനേറ്റർ. വിജയിച്ച ടീമിനെ പ്രഥമാധ്യാപിക എ മിനി അഭിനന്ദിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹയർ സെക്കൻഡറി വിഭാഗം നങ്ങ്യാർകൂത്തിൽ ചേർത്തല സ്വദേശിനി KO തീർത്ഥയ്ക്ക് ഫസ്റ്റ് എ ഗ്രേഡ്. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് KO തീർത്ഥ. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗം നങ്ങ്യാർകൂത്തിൽ ചേർത്തല SNHSSലെ KO തീർത്ഥയ്ക്ക് ഫസ്റ്റ് എ ഗ്രേഡ്. നിത്യാപകനായ മരുത്തോറവട്ടം RLV ഓംകാരന്റെയും സിമയുടെയും മകളാണ് തീർത്ഥ. ശിവതീർത്ഥ നാട്യഗ്രഹത്തിൽ കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും പഠിപ്പിക്കുന്നു. കുച്ചിപ്പുടിയിൽ ഛത്തീസ്ഗഡ് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്ലോമയും കരസ്ഥമാക്കിയിട്ടുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം മലയാളം പദ്യം ചൊല്ലൽ ദേവനന്ദൻ S മേനോന് എ ഗ്രേഡോടെ 1-ാം സ്ഥാനം. ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവനന്ദൻ S മേനോൻ. കടകടാ ചക്രം മുരണ്ടുരുണ്ട് പോ പഴയൊരീ വണ്ടി വലിച്ചു മുന്നോട്ടു നടകാളെ അറുതിയറ്റൊരീ നടവഴിയിൽ വീണടിയുവോളവും നടകാളെ പഴയ കാലത്തെ നടയഴകോടെ നടോ നട വഴിയേറെ നടന്നവിടെയാ പെരാൽ തണലെത്തി വണ്ടി നിറുത്തി ഞാൻ നടുനിവർക്കുമ്പോൾ നിഴവിരി പറ്റി നിങ്ങളയവിറയ്ക്കും. മലയാളം പദ്യം ചൊല്ലൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ 1-ാം സ്ഥാനവും എ ഗ്രേഡും ദേവാനന്ദൻ S മേനോൻ കരസ്ഥമാക്കി. ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ മുട്ടം ചേർത്തല 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദേവാനന്ദൻ S മേനോൻ. ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ തന്നെ അധ്യാപകനായ ശ്രീഹരി വിയുടെയും KPM UPS മുഹമ്മദ് സ്കൂൾ അധ്യാപിക ബിജി എന്നിന്റെയും പുത്രനാണ് ദേവാനന്ദൻ. കഴിഞ്ഞ വർഷവും UP വിഭാഗം പദ്യം ചൊല്ലലിനും മലയാളം സംസ്കൃതം ഗാനാലാപനത്തിനും ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്.
ഈ വർഷം റവന്യൂ ജില്ലാതലത്തിലേക്കും സംസ്കൃതം ഉൾപ്പെടെ 4 വിഭാഗത്തിലേക്ക് മത്സരിക്കുന്നുണ്ട്. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല സെന്റ് മേരീസ് പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മന്ത്രി പി പ്രസാദ് എത്തി. ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കി മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യുവാൻ കഴിയുമെന്ന് പി പ്രസാദ് പറഞ്ഞു. ചേർത്തല സെന്റ് മേരീസ് പാലത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം തുടങ്ങി. 3 മാസത്തിനുള്ളിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കും. കൃഷിമന്ത്രി പി പ്രസാദിന്റെ പ്രത്യേക ഇടപെടലിലാണ് നിർമ്മാണ ജോലികൾ വേഗത്തിലാക്കിയത്. പാലത്തിന്റെ ഓരോ ഘട്ട പുരോഗതിയും മന്ത്രി നിരീക്ഷണം നടത്തിയും വെള്ളിയാഴ്ച പാലത്തിന്റെ വാർപ്പ് ജോലികളും മന്ത്രി പി പ്രസാദ് നേതൃത്വം നൽകി. കിഫ്ബിയിൽ നിന്നും 6.33 കോടി രൂപ മുടക്കിയാണ് പാലം നിർമ്മിക്കുന്നത്. 10.5 മീറ്റർ വീതിയിലുമാണ് നിർമ്മാണം. ഇരുവശങ്ങളിലും 1.5 മീറ്റർ വീതിയുടെ നടപ്പാതയും സംരക്ഷണ ഭിത്തിയുമുണ്ട്. PWD ബ്രിഡ്ജസിനാണ് നിർമ്മാണ ചുമതല. 2 വർഷമായി പാലത്തിന്റെ നിർമ്മാണത്തിന് ഇറിഗേഷൻ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ് പാലത്തിന്റെ പൂർത്തീകരണത്തിന് കാലതാമസം നേരിട്ടത്. അലൈൻമെന്റ് മാറ്റണമെന്നും പാലത്തിന്റെ ഉയരം 5 മീറ്റർ ആക്കി ഉയർത്തണമെന്നും രൂപകൽപ്പനയിൽ ചില ഭേദഗതികൾ വരുത്തണമെന്നും നിർദ്ദേശിച്ച ഉൾനാടൻ ജലഗതാഗത വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം ഇറിഗേഷൻ വകുപ്പ് പണി നിർത്തിവെക്കുകയായിരുന്നു. രൂപകൽപ്പനയിൽ മാറ്റം വരുത്തിയാൽ വലിയ രീതിയിൽ സ്ഥലമേറ്റെടുപ്പ് വേണ്ടിവരികയും സമീപ പ്രദേശങ്ങളിലെ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം ദുഷ്കരമാവുകയും ചെയ്യുമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കൃഷിമന്ത്രിയും ചേർത്തല MLAയുമായ പി പ്രസാദ് നടത്തിയ ശക്തമായ ഇടപെടലിനെ തുടർന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന PWD ഇറിഗേഷൻ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാനും കാലതാമസം കൂടാതെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനും തീരുമാനിച്ചത്. മാർച്ച് മാസം ആദ്യവാരത്തോടെ പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. സെന്റ് മേരീസ് പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു സ്റ്റോപ്പ് മെമ്മോയും ചില നിയമ തടസ്സങ്ങളുമെല്ലാം ഉണ്ടായത്. ആ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി ഇപ്പോൾ പണി വളരെ സ്പീഡിൽ മുമ്പോട്ട് പോവുകയാണ്. ഇന്ന് അതിൻ്റെ കോൺക്രീറ്റ് നടക്കുകയാണ്. ഫെബ്രുവരി അവസാനത്തോടുകൂടി പാലം പണി പൂർത്തിയാക്കി മാർച്ചിൽ തന്നെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. വളരെ വേഗത്തിൽ ഇപ്പോൾ ആ പ്രവർത്തികളെല്ലാം നടക്കുന്നുണ്ട്. ചില സാങ്കേതിക തടസ്സങ്ങളും മറ്റ് നിയമപരമായ ചില തടസ്സങ്ങളുമെല്ലാമാണ് പാലത്തിൻ്റെ പണിയെ ഒരു പ്രതിസന്ധിയിലേക്ക് ആക്കിയിരുന്നത്. ഇൻലാൻഡ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നമെല്ലാം തുടങ്ങിയത്. നിരവധിയായ മീറ്റിങ്ങുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 3 തവണ ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ ചേർന്നു. നമ്മുടെ ജില്ലയിലുള്ള നിരവധിയായ പാലങ്ങളുടെ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടിലായത് എല്ലാം പരിഹരിക്കുന്നതിന് ആ യോഗങ്ങൾ കൊണ്ട് ഉപകരിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് 48% പണി പൂർത്തിയായിരുന്ന സെന്റ് മേരീസ് പാലത്തിൻ്റെ പണി വീണ്ടും പുനരാരംഭിക്കുന്ന തരത്തിലേക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കെല്ലാം ഉണ്ടായി എങ്കിലും വളരെ വേഗത്തിൽ തന്നെ നല്ല ഉറപ്പുള്ള ഒരു പാലത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് എത്താൻ കഴിയുന്നു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കൂൺ ഗ്രാമം സമഗ്ര പദ്ധതിക്ക് തുടക്കമായി. മുഹമ്മയിൽ നടന്ന ചടങ്ങിൽ ചേർത്തല MLAയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കൂൺ കർഷകരെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പി പ്രസാദ് പറഞ്ഞു. വിഷരഹിതമായ മികച്ച ഭക്ഷ്യവസ്തുവാണ് കൂണെന്നും പി പ്രസാദ് പറഞ്ഞു. നമുക്ക് ഇതിൻ്റെ കൃഷിക്കൂട്ടങ്ങളായി കൂൺ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിൽപ്പന നടത്താൻ പറ്റും. കൂടുതൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീടുകളിലെ ചടങ്ങുകൾക്കുൾപ്പെടെ നമ്മൾ ഇതിനൊരു പാചകത്തിൻ്റെ പരിശീലനം കിട്ടുന്ന ആൾക്കാരുണ്ട് എങ്കിൽ നമുക്ക് കൂൺ കട്ട്ലറ്റും കൂൺ കേക്കും കൂൺ പായസവും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായി നമുക്ക് വിപണി നടക്കാൻ പറ്റും. ചെറുതും വലുതുമായ നമ്മുടെ വീടുകളിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് നമുക്കിതിനെ ഉൾക്കൊള്ളിക്കാം. കൂൺ കൃഷിയിലൂടെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയ സംസ്ഥാനത്തെ കർഷകരുടെ സാന്നിധ്യത്തിലാണ് മന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. കൂൺ ഉത്പാദന യൂണിറ്റുകളുടെ പ്രവർത്തനം, കൂൺ കൃഷിക്കൂട്ടങ്ങളുടെ രൂപീകരണ പ്രഖ്യാപനം, കൂൺ ഗ്രാമ പദ്ധതിയുടെ ലോഗോ പ്രകാശനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. 90,000 മുതൽ 25 ലക്ഷം രൂപ വരെ വരുമാനം നേടുന്ന കൂൺ മേഖലയിൽ പ്രവർത്തിക്കുന്ന കർഷകർ ഉണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ കൂൺ പായസം, കൂൺ കട്ട്ലറ്റ്, കൂൺ കേക്ക്, കൂൺ സൂപ്പ് എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയുണ്ട്. ചേർത്തലയിൽ നടക്കുന്ന കരപ്പുറം ഫെസ്റ്റിൽ മില്ലറ്റ്, കൂൺ എന്നിവയുടെ ഭക്ഷ്യമേള സംഘടിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൂൺ വൻകിട ഉൽപ്പാദന യൂണിറ്റിന്റെ ഗുണഭോക്താവായ മുഹമ്മദ് ആര്യക്കര തോട്ടിപ്പറമ്പിൽ ഇന്ദുലേഖയുടെ കൂൺ ഉൽപ്പാദന യൂണിറ്റിൽ ആയിരുന്നു ഉദ്ഘാടന ചടങ്ങ്. കൂൺ കൃഷി സംരംഭകനായ മലപ്പുറം ഔഷധി മഷ്റൂം യൂണിറ്റ് ഉടമ AK ഷെജീർ യോഗത്തിൽ പങ്കെടുത്തു. മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ M ചന്ദ്ര, CD വിശ്വനാഥൻ, TN നസീമ ടീച്ചർ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പിളി, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജാ ഈപ്പൻ, വാർഡ് മെമ്പർ നിഷ പ്രദീപ്, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ B സ്മിത, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതിയിൽ അംഗങ്ങളാവുന്ന കർഷകർക്ക് പരിശീലനം കൃഷിവകുപ്പ് മുഖേന നൽകും. ഒരു ബ്ലോക്കിൽ 100 ചെറുകിട യൂണിറ്റുകൾ, 2 വൻകിട യൂണിറ്റുകൾ, 3 പ്രിസർവേഷൻ യൂണിറ്റുകൾ, 2 പാക്ക് ഹൗസുകൾ, 10 കമ്പോസ്റ്റ് യൂണിറ്റുകൾ, 1 സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയാണ് അനുവദിക്കുക. ചെറുകിട കൂൺ ഉൽപ്പാദക യൂണിറ്റുകൾക്ക് 11,250 രൂപ, വൻകിട കൂൺ ഉൽപ്പാദക യൂണിറ്റുകൾക്ക് 2 ലക്ഷം രൂപ, പാക്ക് ഹൗസുകൾക്ക് 2 ലക്ഷം രൂപ തുടങ്ങിയ രീതിയിൽ സബ്സിഡിയും ലഭിക്കും. കൂൺ ഗ്രാമം പദ്ധതിയിലേക്ക് ജില്ലയിൽ ചെങ്ങന്നൂരിനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ടൈം ന്യൂസ്, മുഹമ്മ. പ്രശസ്ത ബാലസാഹിത്യകാരൻ ഉല്ലല ബാബു അന്തരിച്ചു. 64 വയസ്സായിരുന്നു.
കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നഷ്ടമായത് ചേർത്തലയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം. പ്രശസ്ത ബാലസാഹിത്യകാരൻ ഉല്ലല ബാബു ഓർമ്മയായി. ചേർത്തലയിലെ കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന പ്രശസ്ത ബാലസാഹിത്യകാരൻ ഉല്ലല ബാബു അന്തരിച്ചു. 64 വയസ്സായിരുന്നു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2023 ബാലസാഹിത്യ പുരസ്കാരമായ CG ശാന്തകുമാർ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ ഉല്ലല ബാബു കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കഴിഞ്ഞ 2 വർഷമായി ചികിത്സയിലായിരുന്നു. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രിൻറ്റിംഗ് സ്ഥാപന നടത്തിപ്പുകാരൻ, അക്ഷരങ്ങളുടെ കൂട്ടുകാരനായത് മലയാളം അധ്യാപകനായിരുന്ന പിതാവ് P. സുബ്രഹ്മണ്യപിള്ളയുടെ പ്രചോദനം. പുസ്തകങ്ങളെ അറിഞ്ഞു വളർന്ന 17-ാം വയസ്സിൽ എഴുത്തിൻ്റെ വഴികളിലേക്ക് കടന്നു. ഡിഗ്രിയും ജേർണലിസത്തിൽ ഡിപ്ലോമയും നേടി. ജീവിതമാർഗമായത് പ്രിൻറ്റിംഗ് പ്രസ്, തുടർന്ന് ഫോട്ടോസ്റ്റാറ്റ് കടയും. ഇവിടെയും എഴുത്തും വായനയും പുസ്തകപ്രേമവും വിട്ടുകളഞ്ഞില്ല. 2 കൊല്ലം മുമ്പ് കരൾ രോഗം മൂർച്ഛിച്ചു. മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ ഭാര്യ മായ ബാബു കരൾ പകുത്തു നൽകി. 1980 മുതൽ ബാലസാഹിത്യത്തിൽ തന്നെ നോവൽ, കഥ, പുനരാഖ്യാനം, വൈജ്ഞാനിക ലേഖനങ്ങൾ ഉൾപ്പെടുന്നതാണ് ബാബുവിൻ്റെ രചനകൾ. 72 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ 70-ലേറെയും സാഹിത്യകൃതികളും, 2 മിനിക്കഥ സമാഹാരങ്ങൾ. മഹാരഥന്മാരുടെ ജീവിതത്തിലെ രസമുത്തുകൾ എന്ന പുസ്തകത്തിൻ്റെ 4.5 ലക്ഷം കോപ്പികൾ വിറ്റഴിച്ചു. പല പുസ്തകങ്ങൾക്കും നിരവധി പതിപ്പുകൾ ഇറങ്ങി. ബാപ്പുജി കഥകൾ എന്ന പുസ്തകത്തിന് 12 പതിപ്പുകൾ വരെ ഇറങ്ങി. CBSE, ICSE സിലബസിൽ 3 പ്രസാധകരുടെ മലയാള പാഠാവലിയിൽ ഉല്ലല ബാബുവിൻ്റെ കഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ DPEPയിലും സർവശിക്ഷാ അഭിയാനിലും പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ചിക്കൂസ് ബാലസാഹിത്യ പുരസ്കാരം, സമഗ്ര സംഭാവനയ്ക്കുള്ള ശങ്കരനാരായണപിള്ള പുരസ്കാരം, വിദുരോദയം ബാലസാഹിത്യ പുരസ്കാരം, ദിശ ബാലസാഹിത്യ പുരസ്കാരം, കുഞ്ഞുണ്ണി പുരസ്കാരം തുടങ്ങി 12ഓളം പുരസ്കാരങ്ങൾ ഉല്ലല ബാബുവിനെ തേടിയെത്തി. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. പിറവി ബാലസാഹിത്യവേദി ഉല്ലല ബാബുവിൻ്റെ മറ്റൊരു സംഭാവന. വൈക്കം ഉല്ലലയിലാണ് ജനിച്ചതെങ്കിലും പതിറ്റാണ്ടുകളായി ചേർത്തല ഗേൾസ് സ്കൂൾ ജംഗ്ഷനിലെ വാറുകാട്ട് വീട്ടിലാണ് താമസം. മായ ബാബുവാണ് ഭാര്യ. അമേരിക്കയിലുള്ള ഡോക്ടർ നിപുൺ ബാബു, മർച്ചൻ്റ് നേവിയിലെ അരുൺ ബാബു എന്നിവർ മക്കളും, ഡോക്ടർ പ്രിയ നിപുൺ, അഞ്ജന അരുൺ എന്നിവർ മരുമക്കളും. സംസ്കാരം ഞായറാഴ്ച നടക്കും. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി തണലൊരുക്കി. മിഥുൻ്റെ കൈപിടിച്ച് ശരണ്യ ജോസ് ജീവിതത്തിലേക്ക്. അപൂർവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അപൂർവ മാംഗല്യം പദ്ധതി ശ്രദ്ധേയമായി. ആലപ്പുഴ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി തണലൊരുക്കി. മിഥുൻ്റെ കൈപിടിച്ച് ശരണ്യ ജോസ് ജീവിതത്തിലേക്ക്. തിരുവനന്തപുരം സ്വദേശികളായ ശരണ്യ ജോസും മിഥുനും വിവാഹിതരായി. ആലപ്പുഴയിലെ വനിതകൾ ചേർന്ന് രൂപീകരിച്ച അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്ന 3ാമത്തെ വിവാഹമാണ് ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ നടന്നത്. ഹിന്ദു മുസ്ലിം ആചാരപ്രകാരമുള്ള 2 വിവാഹങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ്റെയും കമാൽ M. മാക്കിയുടെയും രക്ഷകർത്തൃത്വത്തിൽ നടന്ന വിവാഹ ചടങ്ങിന് മോൺസിഞ്ഞോർ ജോയി പുത്തൻവീട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഫാദർ ബെൻസി, ഫാദർ ജൂഡോ എന്നിവർ സഹകാർമ്മികരായി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പത്നി മറിയാമ്മ ഉമ്മൻ, ചലച്ചിത്ര സംവിധായകൻ ജോസ് തോമസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ്, നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, നഗരസഭാ കൗൺസിലർമാർ, അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരികളായ ഡോക്ടർ മറിയ ഉമ്മൻ, കമാൽ M. മാക്കിയിൽ, പ്രസിഡന്റ് ഡോക്ടർ ഷമീന സലിം, സെക്രട്ടറി ഹസീന നൌഷാദ്, വൈസ് പ്രസിഡന്റ് പുഷ്പലത, ജോയിന്റ് സെക്രട്ടറി ഹസീന സുധീർ, ട്രഷറർ ലൂസി ജോഷി, വധൂവരന്മാരുടെ ബന്ധുക്കൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിർധനരായ യുവതികളുടെ വിവാഹത്തിനായി ലഭിക്കുന്ന അപേക്ഷകൾ പരിശോധിച്ചാണ് അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി അർഹരായ യുവതികളെ കണ്ടെത്തുന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴയിൽ നടന്ന അപൂർവ മാംഗല്യം പദ്ധതിക്ക് ചേർത്തല ഹാപ്പി ഗോൾഡിൻ്റെ കൈത്താങ്ങ്. അപൂർവ മാംഗല്യം പദ്ധതിക്ക് സ്വർണം നൽകിയത് പണിക്കൂലി ഒഴിവാക്കി. ആലപ്പുഴയിൽ നടന്ന അപൂർവ മാംഗല്യത്തിന് ചേർത്തല ഹാപ്പി ഗോൾഡിൻ്റെയും കൈത്താങ്ങ്. ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് അപൂർവ മാംഗല്യം ഒരുക്കിയത്. നിർധനരായ പെൺകുട്ടികളുടെ വിവാഹമാണ് അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്ത് നടത്തുന്നത്.
ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് ചേർത്തല ഹാപ്പി ഗോൾഡും പങ്കാളികളായത്. ചാരിറ്റബിൾ സൊസൈറ്റി വാങ്ങിയ സ്വർണത്തിന് പണിക്കൂലി വാങ്ങാതെയായിരുന്നു ഹാപ്പി ഗോൾഡിൻ്റെ കൈത്താങ്ങ്. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ CITUവിൻ്റെ നേതൃത്വത്തിൽ കയർ തൊഴിലാളി കൺവെൻഷൻ സംഘടിപ്പിച്ചു. CITU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 1-ാം തീയതി അന്നേ ദിവസം അദ്ദേഹം, അതായത് ACCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും KPCCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ശ്രീ M. ലിജു അവർ മുഖ്യ അതിഥിയായി എത്തുകയും നമ്മുടെ ഈ മന്ദിര ഉദ്ഘാടനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. കൊടുനാടൻ MLA നിർവഹിക്കുന്നു. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ പേരിൽ നമ്മൾ നടത്താൻ പോകുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അന്നേ ദിവസം 100 നിർധനരായ കുടുംബങ്ങൾ, നിർധനരായ കുടുംബങ്ങളിലെ രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാലിയേറ്റീവ് പ്രവർത്തനവും അന്നേ ദിവസം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകനും MLAയുമായ ശ്രീ ചാണ്ടി ഉമ്മനവറുകളാണ്. കോൺഗ്രസ് ഐ മുഹമ്മ നോർത്ത് മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച പ്രിയദർശിനി കോൺഗ്രസ് ഹൗസിന്റെ ഉദ്ഘാടനം ഡിസംബർ 1 വൈകിട്ട് 4 AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നിർവഹിക്കും. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M. ലിജു മുഖ്യപ്രഭാഷണം നടത്തും. മണ്ഡലം പ്രസിഡന്റ് VM സുഗാന്തി അധ്യക്ഷത വഹിക്കും. ചികിത്സാ സഹായനിധി ആര്യൻ ഷിബുവിൽ നിന്നും ലൈബ്രറി നിർമ്മാണ ഫണ്ട് PK സുകുമാരൻ ആൻഡ് D. ശ്രീകുമാരി ടീച്ചർ ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീജിത്ത് സുകുമാരിൽ നിന്നും KC വേണുഗോപാൽ ഏറ്റുവാങ്ങും. മാത്യു കുഴൽനാടൻ MLA ലൈബ്രറി ഉദ്ഘാടനം നിർവഹിക്കും. ചികിത്സാ സഹായ വിതരണം ചാണ്ടി ഉമ്മൻ MLA നടത്തും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ DCC പ്രസിഡന്റ് ബാബു പ്രസാദും പ്രതിഭകളെ ആദരിക്കൽ ഷാനിമോൾ ഉസ്മാനും വിദ്യാഭ്യാസ ധനസഹായ വിതരണം അജയ് തറയിലും നിർവഹിക്കും. 1962 KPCCക്ക് പോലും സ്വന്തമായി ഓഫീസ് ഇല്ലാതിരുന്ന സമയത്താണ് ഇവിടെ സ്വന്തമായി സ്ഥലം വാങ്ങി ചെറിയൊരു ഓഫീസ് മന്ദിരം തുറന്നതെന്ന് ഭാരവാഹികളായ VM സുഗന്ധി, CK അശോകൻ, TV ഉദയകരൻ, KP ബൈജു, സദാനന്ദൻ പിള്ള, ജീവൻ ലാൽ എന്നിവർ പറഞ്ഞു. അന്ന് നിർമ്മിച്ച ഓഫീസ് മന്ദിരത്തിന്റെ അതേ സ്ഥാനത്താണ് ഇപ്പോഴും പുതിയ ഓഫീസ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ടൈം ന്യൂസ്, മുഹമ്മ. ചേർത്തല ശ്രീനാരായണ കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന OS സഞ്ജീവിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കാവ്യ പുരസ്കാരം AV ശ്രീനിവാസന്. ഡിസംബർ 1 ചേർത്തലയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചേർത്തല ശ്രീനാരായണ കോളേജിലെ മലയാള അധ്യാപകനായിരുന്ന OS സഞ്ജീവ്, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും എല്ലാം കൂടെ ചേർന്നിട്ടാണ് സഞ്ജീവനം സാംസ്കാരിക സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപം കൊള്ളുന്നത്. അദ്ദേഹം മലയാളം അധ്യാപകൻ മാത്രമായിരുന്നില്ല, അവർക്ക് ഈ വിദ്യാർത്ഥികളൊക്കെ ഇത്തരത്തിൽ സാംസ്കാരികമായിട്ടും സാഹിത്യപരമായിട്ടൊക്കെയുള്ള അഭിരുചികളിലേക്ക് ഉയർത്തുന്നതിനും അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി ഒരു പുതിയ മൂവ്മെന്റ് രൂപപ്പെടുകയായിരുന്നു. അത്തരത്തിൽ സാഹിത്യ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് സംസ്ഥാന തലത്തിൽ തന്നെ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് സഞ്ജീവനം എന്ന പേരിൽ ഒരു സാഹിത്യ അവാർഡ് നടത്താനായിട്ട് തീരുമാനിച്ചത്. ഇതിന്റെ 2ാമത് കാവ്യ പുരസ്കാരം ഈ വർഷം നമ്മുടെ ചേർത്തല വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വെച്ച് നടക്കണം. കേരളത്തിലെ ബിരുദാനന്തര ഗവേഷണ വിദ്യാർത്ഥികൾക്കായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് സഞ്ജീവനം കാവ്യ പുരസ്കാരം. 10,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. 2ാമത് സഞ്ജീവന കാവ്യ പുരസ്കാരത്തിന് ശ്രീവാസ് KV തൃശ്ശൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഭാഷയില്ലാത്തൊരപ്പൻ്റെ എന്ന കവിതയാണ് അർഹമായിട്ടുള്ളത്. കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്ന് ഏകദേശം 158 കവിതകളാണ് പുരസ്കാരത്തിനായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ ചെയർപേഴ്സണായിട്ടുള്ള സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. വിജിലൻസ് ഏർപ്പാട് ഡോക്ടർ സുഷമ ബിന്ദു എന്നിവരൊക്കെ അതിൻ്റെ പാനൽ സമിതി അംഗങ്ങളായി. സഞ്ജീവനം കാവ്യ പുരസ്കാരം AV ശ്രീനിവാസന്. ചേർത്തല ശ്രീനാരായണ കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന OS സഞ്ജീവിന്റെ സ്മരണാർത്ഥം സഞ്ജീവനം സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ സഞ്ജീവനം കാവ്യ പുരസ്കാരം തൃശൂർ ഇലന്തൂർ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥി AV ശ്രീവാസിന്റെ ഭാഷയില്ലാത്തൊരപ്പന്റെ പേച്ച് എന്ന കവിതയാണ് അവാർഡിന് അർഹമാക്കിയത്. കേരളത്തിലെ ബിരുദാനന്തര ഗവേഷക വിദ്യാർത്ഥികൾക്കായാണ് കാവ്യ പുരസ്കാരം. 10,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വിവിധ കോളേജുകളിൽ നിന്നും 158 കവിതകളാണ് പുരസ്കാരത്തിനായി ലഭിച്ചത്. ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ ചെയർപേഴ്സണായ വിജില ചിറപ്പാട്, ഡോക്ടർ സുഷമ ബിന്ദു എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. ഡിസംബർ 1 തീയതി 2 മണിക്ക് ചേർത്തല വുഡ്ലാൻഡ്സ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ യുവ എഴുത്തുകാരൻ ലാസർ ഷൈൻ പുരസ്കാരം സമ്മാനിക്കുമെന്ന് സമിതി ജനറൽ കൺവീനർ M. രാജേഷ്, KV രതീഷ്, R. ലിനിമോൾ,
സബീഷ് മണവേലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിൽ ഡോക്ടർ സി അമൃത ആമുഖപ്രഭാഷണം നടത്തും. ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ കവിതകൾ അവലോകനം ചെയ്യും. ചെയർമാൻ സോണി സീതാറാം അധ്യക്ഷനാവും. ടൈം ന്യൂസ്, ചേർത്തല. എഴുപുന്ന പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വയോജന സംഗമം ശ്രദ്ധേയമായി. ഉല്ലാസ സായന്തനം എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. എഴുപുന്ന പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വയോജന സംഗമം ശ്രദ്ധേയമായി. എരമല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന വയോജന സംഗമം മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൻ്റെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുട്ടികളുടെ എണ്ണം പെരുകിക്കൊണ്ടിരുന്ന കാലത്തെ നമ്മൾ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യും. കുട്ടികളെ നോക്കും വീട്ടുകാർ, അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളെ നോക്കിക്കോളും. എന്ത് വന്നാലും അത് മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും ഒക്കെ അങ്ങനെയാണ്. സഹജവാസനകൾ മക്കളെ നോക്കാന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് വിട്ടുകൊടുത്തില്ല കേട്ടോ. സർക്കാർ എല്ലാവർക്കും പഠിക്കാൻ സ്കൂളുണ്ടാക്കി, സൗജന്യ വിദ്യാഭ്യാസം, നല്ല ആശുപത്രികൾ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന കാലത്തെ നമ്മൾ വളരെ നന്നായിട്ട് നമ്മുടെ സർക്കാരും നാടും കുടുംബവും ചേർന്നങ്ങ് നോക്കി. അതിൻ്റെ പെരുമ കേരളത്തിനുണ്ട്. എന്നാൽ നമ്മൾ ഇന്നൊരു പുതിയ കാലത്തേക്ക് കിടക്കുകയാണ്. അതിൻ്റെ വ്യത്യാസം എന്താ? ഞാൻ ആദ്യം പറഞ്ഞു, കുഞ്ഞുങ്ങളെ രക്ഷാകർത്താക്കൾ നോക്കും. എന്ന പ്രായം ചെന്നവരെ നോക്കണമെന്നില്ല. ഇഷ്ടക്കുറവുണ്ടെന്നല്ല, ജീവിതത്തെ തിരക്കാണേ. പിള്ളേര് വേറെ എവിടെ ജോലി ചെയ്യാൻ പോണെന്ന് ആർക്കറിയാം. ഇനി വീട്ടിൽ തന്നെ ആൾക്ക് അവരുടെ ലോകം. അപ്പൊ ഭയങ്കര ഒറ്റപ്പെടലാ, വീട്ടിൽ പോലും. എന്ന് മാത്രമല്ല, പ്രായം കൂടുന്തോറും പുതിയ പുതിയ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഘട്ടം കഴിയുമ്പോഴോ കുഞ്ഞുങ്ങളെ പോലെയാവും കേട്ടോ. കുഞ്ഞുങ്ങളെ ആരെങ്കിലും നോക്കാൻ വേണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ പ്രായം ഒരു ഘട്ടം കഴിയുമ്പോൾ വേറെ ആരെങ്കിലും നോക്കേണ്ടി വരും. നമുക്ക് സ്വയം നോക്കാൻ പറ്റില്ല. വയോജനങ്ങൾ ഇന്ന് നേരിടേണ്ടി വരുന്ന ശാരീരിക, മാനസിക, സാമൂഹ്യ പ്രശ്നങ്ങൾ വളരെ സമഗ്രമായി പഠിച്ച പരിഹാര നടപടികൾ ഉണ്ടാകണമെന്ന് തോമസ് ഐസക് ആവശ്യപ്പെട്ടു. വയോജനങ്ങളുടെ സർഗശേഷികൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉല്ലാസപൂർണ്ണമായ വാർദ്ധക്യം സാധ്യമാക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. എഴുപുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് R. പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ടീച്ചർ സ്വാഗതം പറഞ്ഞു. അരൂർ MLA ദലീമ ജോജോ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ജീവൻ, KB മദൻ മോഹൻ, ബെനഡിക്റ്റ് MB, PK മധുക്കുട്ടൻ, CS അഖിൽ, ബിന്ദു വിജയൻ, TS ശ്രീജിത്ത്, വാസന്തി സുധാകരൻ, D. പ്രകാശ്, അനുമോൾ, അജിമോൻ, മറ്റ് ജനപ്രതിനിധികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, പെൻഷനേഴ്സ് യൂണിയൻ ഭാരവാഹികൾ, വയോജന അയൽക്കൂട്ട ഭാരവാഹികൾ, PHC മെഡിക്കൽ ടീം അംഗങ്ങൾ, അംഗൻവാടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, അരൂർ. മുഹമ്മയിലെ ഹരിത സമൃദ്ധി കാർഷിക ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന വേറിട്ട കൃഷിയിടം കാണാൻ കൃഷിമന്ത്രി P. പ്രസാദ് എത്തി. ഹൈടെക് കൃഷിരീതികളെക്കുറിച്ച് മന്ത്രി നേരിട്ട് ചോദിച്ചറിഞ്ഞു. കൊണ്ടൽ കൃഷിയുടെ വിളവെടുപ്പും മന്ത്രി നിർവഹിച്ചു. മുഹമ്മ കൊച്ചനാകുളങ്ങര കുറവൻ പറമ്പിലെ ഹരിത സമൃദ്ധി കാർഷിക ക്ലബിൻ്റെ കൃഷിയിടം വേറിട്ട കാഴ്ചയാണ്. 18 അംഗങ്ങളുള്ള ക്ലബ്ബ് നടത്തുന്ന കൊണ്ടൽ കൃഷി വിഷരഹിത പച്ചക്കറിക്കൊപ്പം പകർന്നു നൽകുന്നത് നല്ലൊരു കൃഷിപാഠം കൂടിയാണ്. കൃഷിയിൽ 100 മേനി വിളവുണ്ടെങ്കിലും കൃഷിയിൽ നിന്നുള്ള വരുമാനമല്ല ഇവരെ ഒന്നിപ്പിക്കുന്നത്. അംഗങ്ങളിൽ കൂടുതൽ പേരും 50 വയസ്സ് കഴിഞ്ഞവർ, റിട്ടയർ ചെയ്തവരും ഇവരിലുണ്ട്. രാവിലെ 6 മണി മുതൽ 10 വരെ എല്ലാവരും കൃഷിയിടത്തിലുണ്ടാകും. ഒത്തൊരുമയുടെ ഊഷ്മളതയാണ് ഇവരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. കൃഷിപ്പണിക്കൊപ്പം നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും എല്ലാം ഇവർ പങ്കുവയ്ക്കും. കൃഷിജോലികൾ നല്ലൊരു ശാരീരിക വ്യായാമം കൂടിയാണെന്നതും മെച്ചം. മുൻവർഷങ്ങളിൽ ചെയ്തതിനേക്കാളും എല്ലാ വർഷവും ഞങ്ങൾ കൃഷി ചെയ്യുമായിരുന്നു. മുൻവർഷങ്ങളിൽ ചെയ്തതിനേക്കാളും നല്ല രീതിയിലാണ് ഇത്തവണ കൂടുതൽ വിപുലമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് വെണ്ട, പയർ, കുക്കുംബർ, പിന്നെ ചീര, പാവൽ, പടവലം, തക്കാളി, വെള്ളരി, ഇത് എല്ലാ വെറൈറ്റി കൃഷിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കപ്പയും ഞങ്ങളുടെ കൂട്ടത്തിൽ വരും. തൊഴിലുറപ്പുകാരിട്ടതാണെങ്കിലും കപ്പയും ഞങ്ങൾ തന്നെ ഇപ്പോൾ പരിപാലിച്ചുകൊണ്ട് പോരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും സജീവമായിട്ട് ഇതിൻ്റെ രംഗത്തുണ്ട്. അതുപോലെ ഇതിൻ്റെ വിപണി എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഇപ്പം നിങ്ങൾ ഇത് ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ.
ഇത് കഴിഞ്ഞുള്ള പിന്നെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ മുഖം മാർക്കറ്റിൽ കൊടുക്കും, ന്യായമായ വില അവർ തരികയും ചെയ്യും. വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ അന്ന് തന്നെ വിറ്റ് തീർക്കും. സമീപ മേഖലകളിലുള്ളവർ രാവിലെ തന്നെ പച്ചക്കറി വാങ്ങാനെത്തും. കടകളിൽ ലഭിക്കുന്നതിനേക്കാൾ വില കുറച്ച് പച്ചക്കറി കിട്ടുമെന്നതിനാൽ ആവശ്യക്കാർ ഏറെ. അപൂർവമായി കടകളിൽ കൊണ്ടുപോയി വിൽക്കേണ്ടി വരുന്നുള്ളൂ. തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്താണ് ക്ലബ്ബ് കൃഷിയിറക്കുന്നത്. മറ്റാരുടെയും സഹായമില്ലാതെ ഹൈടെക് കൃഷിരീതി അവലംബിച്ചാണ് കൃഷി നടത്തുന്നത്. കൊണ്ടൽ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ഹരിത സമൃദ്ധി ക്ലബിൻ്റെ പ്രവർത്തന രീതികൾ മന്ത്രി ചോദിച്ചറിഞ്ഞു, വിലയിരുത്തി. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD വിശ്വനാഥൻ, കൃഷി ഓഫീസർ PM കൃഷ്ണ, ക്ലബ്ബ് പ്രസിഡന്റ് K ചന്ദ്രൻ, സെക്രട്ടറി NK നടരാജൻ, ബൽരാജ്, ഉദയകുമാർ, മോഹനൻ, രാജഗോപാല മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മദ്. KSRTC ബസ്സിൽ മോഷണം നടത്തിയ നാടോടി സ്ത്രീ അരൂർ പോലീസിന്റെ പിടിയിലായി. തമിഴ്നാട് സ്വദേശി സ്നേഹപ്രിയയാണ് പിടിയിലായത്. 33 വയസ്സാണ്. ചേർത്തല കോടതിയിലെ അഭിഭാഷകയുടെ ബാഗിൽ നിന്നാണ് പണവും സ്വർണ്ണാഭരണവും കവർന്നത്. അരൂർ പോലീസ് സ്റ്റേഷനിലെ ASI സബിതയുടെ സമയോചിതമായ ഇടപെടലിലാണ് KSRTC ബസ്സിൽ നിന്നും സ്വർണവും പണവും മോഷ്ടിച്ച തമിഴ്നാട് അണ്ണാനഗർ MGR കോളനിയിൽ സ്നേഹപ്രിയ 33-നെ പോലീസ് പിടികൂടിയത്. ചേർത്തല കോടതിയിലെ അഭിഭാഷകയുടെ ബാഗിൽ നിന്നാണ് പ്രതി 16,000 രൂപയും 1 പവൻ സ്വർണവും മോഷ്ടിച്ചത്. സ്വർണം മാറ്റിവാങ്ങുന്നതിനായി ചമ്മനാട് നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്നു അഭിഭാഷക. ടിക്കറ്റ് എടുക്കാൻ ബാഗ് തുറന്നപ്പോഴാണ് പണവും സ്വർണവും മോഷണം പോയ വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ സമയമാണ് KSRTC ബസ്സിൻ്റെ പിൻഭാഗത്തുണ്ടായിരുന്ന സബിതയുടെ ശ്രദ്ധയിൽ നോട്ട് ചുരുട്ടിമാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ നാടോടി സ്ത്രീയെ സബിത പിടികൂടുകയായിരുന്നു. പണവും സ്വർണവും ഇവർ ബസ്സിൻ്റെ പ്ലാറ്റ്ഫോമിലേക്കിട്ട് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഉടൻ തന്നെ KSRTC ബസ് ഉൾപ്പെടെ അരൂർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്കെത്തിച്ച് നാടോടി സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തിരക്കുള്ള ക്ഷേത്രം, പള്ളി, ബസ് എന്നിവ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘത്തിലെ കണ്ണിയാണിവർ. പാല, കണ്ണമാലി പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ കേസുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർത്തലയിൽ വാഹനാപകടം. KSRTC ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ചേർത്തല നെടുമ്പ്രക്കാട് സ്വദേശികളായ 24 വയസ്സ് വീതമുള്ള നവീൻ, ശ്രീഹരി എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് തുടരുന്നു. 4 ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. 11 ഉപജില്ലകളിൽ നിന്നായി 6000-ഓളം പ്രതിഭകൾ പങ്കെടുക്കുന്നു. കായംകുളം ഉത്സവലഹരി. ചേർത്തല സെന്റ് മേരീസ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മന്ത്രി പി പ്രസാദ്. ഫെബ്രുവരിയോടെ പണി പൂർത്തിയാക്കി മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി. കൂൺ കൃഷി കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുമെന്നും വിഷരഹിതമായ നല്ല ഭക്ഷ്യവസ്തുവാണ് കൂണെന്നും കൃഷിമന്ത്രി പി പ്രസാദ്. ചേർത്തല കൂൺ ഗ്രാമം സമഗ്ര പദ്ധതിയുടെ ഉദ്ഘാടനം മുഹമ്മയിൽ മന്ത്രി നിർവഹിച്ചു. പ്രശസ്ത ബാലസാഹിത്യകാരൻ ഉല്ലല ബാബു അന്തരിച്ചു. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സയിലായിരുന്നു. നഷ്ടമായത് സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.